നേരം ഇത്രയും ആയല്ലോ. ഇന്നലെ തുടങ്ങിയ പ്രാർത്ഥന ഇതുവരെ നിർത്തിയിട്ടില്ല. ദൈവവുമായി സംസാരിച്ചിരിക്കുന്ന അവളെ വിളിക്കുന്നത് ശരിയല്ല. മറിയം, എന്നത്തെക്കാളും കൂടുതൽ കൃപകൾ ദൈവം നിന്നിൽ വർഷിച്ചിരിക്കുന്നു. അതിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ ഞാൻ നിന്നിൽ കാണുന്നു. വിസ്മയകരമായ ദിവ്യപ്രഭ നിന്നെ വലയം ചെയ്തിരിക്കുന്നു. അത് നിന്റെ മുന്നിൽ വണങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഈ നിസാരനായ എനിക്ക് ഇത്രമാത്രം കൃപ തന്നുവെങ്കിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നിനക്ക് അവൻ എത്ര അധികമായി കൃപകൾ തന്നിട്ടുണ്ടാകും. നമുക്ക് നൽകപ്പെട്ട കൃപകൾക്കായി ദൈവത്തിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കാം. മാലാഖ എന്നോടൊരു കാര്യം പറഞ്ഞു. ദൈവം ലോകത്തോട് കരുണ കാണിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു അത്രേ. എന്നാൽ മാലാഖ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായും എനിക്ക് വ്യക്തമായില്ല. എങ്കിലും അപ്പോൾ മുതൽ രക്ഷകന്റെ വരവിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടാകുന്നു. രക്ഷകന്റെ വരവ് ഇപ്പോൾ ലോകദൃഷ്ടിയിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മാലാഖ പൂർണ്ണമായി വെളിപ്പെടുത്താത്തത്. ലോകത്തിന് രക്ഷകനെ നൽകുന്നതിനെ പ്രതി നമ്മൾ ദൈവത്തിന് കൂടുതൽ നന്ദി പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. എന്നാൽ അതോടൊപ്പം എനിക്കൊരു ദുഃഖമുണ്ട്. എന്താണത്? നമ്മൾ ഇനി കുറെ കാലം പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന് മാലാഖ എന്നെ അറിയിച്ചു. മാലാഖ എന്താണ് പറഞ്ഞത്? നിന്റെ ഇളയമയായ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു. അവളുടെ പ്രസവ ശുശ്രൂഷകൾക്കായി നിന്നെ അവിടെ കൊണ്ടു ചെന്നാക്കണമെന്ന് മാലാഖ എന്നോട് പറഞ്ഞു. ഇത്രയും നീണ്ട കാലം നിന്നെ പിരിഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ. എങ്കിലും ദൈവഹിതം നിറവേറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനിശ്ചയപ്രകാരം ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ എത്രയും വേഗം ഈൻകാമേരിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ജോസഫ്, നീ ഭയപ്പെടരുത്. ഞാൻ നിന്നെ എപ്പോഴും ഓർക്കും. നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. 3 മാസത്തിനു ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് ദൈവസ്തുതികൾ ആലപിക്കും. നമ്മൾ ദൂരെയാണെങ്കിലും ദൈവസ്നേഹത്തിന്റെ അരൂപി നമ്മളെ ഒരിക്കലും വേർപിരിക്കുകയില്ല. നമ്മൾ വിശ്വസ്തരും ദൈവഹിതത്തിന് വിധേയത്വമുള്ളവരുമാണ് എന്നുറപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ഈ വേർപാട് നമുക്കായി ഒരുക്കുകയാണ്. അതെ, ദൈവഹിതം നിറവേറ്റുന്നതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അതുകൊണ്ട് മാലാഖ പറഞ്ഞതനുസരിച്ച് നാളെ തന്നെ നമുക്ക് ഇളയമ്മയുടെ ഭവനത്തിലേക്ക് പോകാം. ഇത്രയും ദീർഘമായ യാത്ര നിന്നെ തളർത്തുമോ എന്നെനിക്ക് ആശങ്കയുണ്ട്. നമ്മൾ ദൈവഹിതം മാത്രം നിറവേറ്റാൻ ശ്രമിക്കുന്നതുകൊണ്ട് യാത്ര ശുഭകരമായിരിക്കും. ഈ യാത്രയിലെ അസൗകര്യങ്ങൾ സഹിക്കാൻ നീ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നു. ദൈവ തിരുമനസ് നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ അസൗകര്യങ്ങൾ ഒരു തടസ്സമല്ല. യാത്രയ്ക്കായി എന്നെ അനുഗ്രഹിക്കൂ. ഞാനാണോ? അതെ, ജോസഫാണ് ഈ കുടുംബത്തിന്റെ നാഥൻ. അതിനാൽ ജോസഫ് തന്നെയാണ് ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കേണ്ടത്. ജോസഫ്, നീ വീണ്ടും ഒറ്റയ്ക്കായി അല്ലേ? നീയല്ലാതെ മറ്റാരെങ്കിലും ഈ മണ്ടത്തരം ചെയ്യുമോ? വിവാഹം കഴിച്ചിട്ട് ഭാര്യയെ ബന്ധുവീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. നീ എന്നും ബുദ്ധിമോശമാണല്ലോ കാണിക്കുന്നത്. വിവാഹം കഴിച്ചാൽ അവളെ നോക്കാനുള്ള ഉത്തരവാദിത്വ ബോധം വേണം. അത് നിനക്കുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. അവളിപ്പോൾ നിന്നെ മറന്നിട്ടുണ്ടാവും. ഇനി നിന്റെ കൂടെ വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വെറുതെ അവളെക്കുറിച്ച് അപവാദം പറയരുത്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ നിന്ന് പോകാം. ഓ, ഞാൻ പോകാമേ. നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. നല്ലത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. പിന്നെ എന്തു ചെയ്യാൻ?
ജോസഫ്, നിനക്കു സമാധാനം. സമാധാനം. എന്തെങ്കിലും അസുഖമാണോ? അസുഖത്തിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. എൻ്റെ പത്നി, അവൾ പരിശുദ്ധയാണ്. പക്ഷേ ഇപ്പോൾ അവൾ കാണപ്പെടുന്നത്, ദൈവമേ, ഈ ദാസനെ സഹായിക്കണമേ. ഇന്നലെ കണ്ടതുപോലെ തന്നെ മാതൃത്വത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ. ഈ വേദന എൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. ഈ ദുരിതത്തിൽ ഞാൻ മരണത്തോളം തകർന്നിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഇതൊരു പരീക്ഷണമാണോ? എന്നെ സഹായിക്കണമേ, എനിക്ക് ശക്തി തരണമേ. ഇല്ല, ഞാൻ തളരില്ല. കർത്താവിലാണ് ഞാൻ ശരണം വച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഉപേക്ഷിക്കുകയില്ല. നിനക്കു സമാധാനം. സമാധാനം. വല്ലാതെ ക്ഷീണിതനായിരിക്കുന്നല്ലോ. ഒന്നുമില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. എന്താ വിഷമം? എൻ്റെ ഹൃദയം ഗൗരവമായൊരു വിഷയത്താൽ തകർന്നിരിക്കുന്നു. ആകുലത എന്നെ വിട്ടുമാറുന്നില്ല. ദൈവം തൻ്റെ കരുണ എൻ്റെ മേൽ ചൊരിയാനായി പ്രാർത്ഥിക്കും.